ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. നിനക്കൊത്തിരി ചെറുപ്പക്കാരെ ഭർത്താക്കന്മാരെ കിട്ടും എന്നൊക്കെ ഇങ്ങനെ കൊച്ചമണി കത്തിൽ എഴുതുവാണ്. എനിക്കെൻ്റെ റിയ മാത്രമേ ഉള്ളൂ. നീ നല്ല മനസ്സോടെ എങ്ങനെങ്കിലും എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണം. ഇല്ലെങ്കിലേ മന്ത്രിയുടെ മോളാണെന്നോ സൂര്യമംഗലത്തെ കുട്ടിയാണെന്നൊന്നും ഞാൻ ഓർക്കത്തില്ല. എന്തെങ്കിലും കടുങ്കൈ എനിക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഇതേ ഒരു താക്കീതായിട്ട് വേണം കരുതാൻ. കൊച്ചമണി ആ കട്ടിലിനടി കിടന്നുകൊണ്ട് പറയുക, എട്ടുകാലിയും പഴുതാരിയൊക്കെ കടിച്ചാലെന്താ, ഇവൻ്റെ പ്രേമം കലക്കാൻ എനിക്ക് പറ്റിയല്ലോ. മനസ്സിന് എന്തൊരാശ്വാസമാ. മറ്റുള്ളവരുടെ കുടുംബം കലക്കുന്നതിൽ കിട്ടുന്ന ആശ്വാസമേ അത് മറ്റെന്തിനെങ്കിലും കിട്ടുമോ? ഈ സമയം ഋതികയാണെങ്കിൽ പുറത്തിരിക്കുക. അപ്പോൾ രാധമ്മ അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നു, ഇവരിത് എവിടെ പോയി? എന്താ രാധമ്മേ എന്നിങ്ങനെ ഋതിക ചോദിക്കുമ്പോൾ രാധമ്മ പറയുക, ഞാനേ ആ ജയൻ്റെ അമ്മയെ നോക്കുക. അവരാണെങ്കിലേ ഈ സമയത്തൊരു ചായ കുടിക്കുന്നത് പതിവുള്ളതാ. ഞാൻ അവർക്ക് ചായ കൊടുക്കാൻ വേണ്ടി വന്നതാ മോളെ. വല്യമ്മ അതിന് അവരുടെ റൂമിൽ കാണും രാധമ്മേ. ഞാൻ ഈ വീട് മുഴുവൻ നോക്കി മോളെ. ഈ വീടും പരിസരവും ഒക്കെ ഞാൻ അരിച്ചു പെറുക്കി നോക്കി അവരിവിടെ എങ്ങുമില്ല. എങ്ങോട്ട് പോയോ എന്തോ. രാധമ്മ എന്നിട്ട് രാജുവിൻ്റെ അടുത്തോട്ട് വന്നിട്ട് ചോദിക്കുക, മോനെ ഇങ്ങോട്ടെങ്ങാണം വന്നോടാ. ആരെ അമ്മ അന്വേഷിക്കുന്നത്? മോനെ അത് ജയൻ്റെ അമ്മേ. ഇതൊക്കെ കേട്ട് ടെൻഷനോടി കൊച്ചമ്മണി ഇങ്ങനെ ബെഡിനടിയിൽ കിടക്കുവാണ്. എൻ്റെ അമ്മയെ അവരിങ്ങോട്ടെങ്ങാണം വലിഞ്ഞു കയറുമോ എന്ന് കരുതി ഞാൻ ഈ മുറിയുടെ വാതിൽ തന്നെ അടച്ചിട്ടിരിക്കുമായിരുന്നു. ഞാൻ നാണ്ട് ഇപ്പോഴാ കതക് തുറക്കുന്നത്. ഇപ്പൊ രാധമ്മ ചോദിക്കുക, പിന്നീട് എവിടെ പോയവര്? ആകെ ടെൻഷനോടി കൊച്ചമ്മണി ഇങ്ങനെ മനസ്സിൽ പറയാ, എൻ്റെ ദൈവമേ, ഇനി ഇവർ കട്ടിലിനടിയിലെങ്ങാണം വന്ന് നോക്കുവോ? അമ്മ അവര് വല്ല തട്ടുകടയിലും പോയി കാണും, വല്ല ചിക്കനോ പൊറോട്ടയൊക്കെ കഴിക്കാൻ വേണ്ടി. അങ്ങനെ പോവോടാ അവര്? പിന്നെന്താ, അവരെവിടെയും പോവും. ഒരന്തസ്സുമില്ലാത്ത സ്ത്രീയല്ലേ അവര്. അപ്പോൾ കൊച്ചമ്മണി അത് കേട്ടിട്ട് മനസ്സിൽ പറയാ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ. വയസ്സായ സ്ത്രീയല്ലേ മോനെ, വല്ല ദിക്കും ബുക്കും അറിയാതെ റെയിൽവേ പാളവങ്ങാനും മുറിച്ചു കിടന്ന് പോവുമോ? അത് കേട്ടിട്ട് രാജു പറയാം, എന്നാ പിന്നെ അപ്പം തന്നെ പണിക്കുറ്റം തീർന്നു കിട്ടും. എടാ പോടാ അവിടുന്ന്. എന്തായാലും അവരൊരു മനുഷ്യജന്മമല്ലേ. അവരെ ഏതോ ഒരു അപൂർവ ജന്മം അമ്മേ, ഒരു കാട്ടുജന്മം. കൊച്ചമ്മണി അത് കേട്ടിട്ട് കട്ടിലിനടി കിടന്നിട്ട് പറയുക, ഇന്ന് നിന്റെ അന്ത്യകുദാശയാടാ ഏരണം കെട്ടവനെ. അമ്മ ഇപ്പം ടെൻഷൻ അടിക്കാതെ അങ്ങോട്ടെങ്ങാനും പോ. വൈകുന്നേരം വരെ കണ്ടില്ലെങ്കിലേ നമുക്ക് പോലീസ് സ്റ്റേഷനിലെങ്ങാനും പോയി ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാം. ഇനി അവർക്കെങ്ങാനും വല്ലതും പറ്റിയിട്ടുണ്ടെങ്കിലേ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന അളിയനായിരിക്കും. അങ്ങനെ രാധമ്മ അവിടുന്ന് പോവുകയാണ്. അപ്പോൾ രാജു മനസ്സിൽ പറയുക, ഏതായാലും മേഡത്തിനെ വിളിച്ചിട്ട് ഈ കത്ത് കയ്യിലോട്ടങ്ങ് കൊടുക്കാം. ഇത് വായിച്ചു കേൾപ്പിക്കാൻ ഒരു ചമ്മൽ. കൊച്ചമ്മണി മനസ്സിൽ പറയുക, ചേടാ ഇവൻ കത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് പോകുന്നില്ലല്ലോ. ആ കത്ത് അവനവിടെ വെച്ചെങ്കിൽ മാത്രമേ എനിക്ക് തിരുമറി നടത്താൻ പറ്റത്തുള്ളല്ലോ. ദൈവമേ, ശ്വാസം മുട്ടിയത് മാത്രമേ ഉള്ളോ മിച്ചം. അങ്ങനെ രാജു മേഡത്തെ വിളിക്കാന്ന് പറഞ്ഞ് ഋതിയെ വിളിക്കുന്നുണ്ട്. അങ്ങനെ വാതിൽ തുറന്ന് രാജു കത്തുമായിട്ടാണ് പോകുന്നത്. കൊച്ചമ്മണി അത് മനസ്സിലാക്കിയുണ്ട്. ദൈവമേ, അവൻ കത്തും കൊണ്ടാണല്ലോ പോകുന്നത്. അവൻ ആ കത്ത് അവളുടെ കയ്യിൽ കൊടുക്കുമല്ലോ. ഋതിയുടെ അടുത്തോട്ട് ചെന്ന് രാജു പറയുക, മേഡം ഒന്നിങ്ങോട്ടൊന്ന് വരാവോ? എന്തിനാ എന്നിങ്ങനെ ഋതിയെ ചോദിക്കുമ്പോൾ രാജു പറയാ, അതെ ഒരു കാര്യം പറയാന്, സന്തോഷമുള്ളൊരു കാര്യം പറയാനാ, വാ മേഡം എന്നിങ്ങനെ പറയുമ്പോൾ ഋതിക ഇങ്ങനെ സന്തോഷത്തോടെ രാജുവിനോടൊപ്പം പോവുകയാണ്. എൻ്റെ ദൈവമേ, കുരുക്കിൽപ്പെട്ട കാട്ടുപന്നിയെ പോലെ ആയല്ലോ എൻ്റെ അവസ്ഥ എന്നിങ്ങനെ അവിടെ കിടന്നുകൊണ്ട് കൊച്ചമ്മണി പറയുക. മറ്റുള്ളവർക്കിട്ട് ഞാൻ പാര പണിയുന്നത് കൊണ്ട് എനിക്കൊരു ദുർമരണമാണോ വെച്ചത്? ഈ സമയം രാജു ആണെങ്കിൽ ഋതികയും കൂട്ടിക്കൊണ്ട് റൂമിലോട്ട് വരുവാണ്. എന്താ രാജു, എന്താ കാര്യം? അപ്പോൾ രാജു പറയുക, അതൊരു കാര്യം പറയാനാ മേഡം. അപ്പോൾ കൊച്ചമ്മണി മനസ്സിൽ പ്രാർത്ഥിക്കുക, എൻ്റെ തിരുപ്പതി ഭഗവാനെ, ഞാനവിടെ വന്നേക്കാവേ, എൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സാധിച്ചു തരണേ. രാജു ആണെങ്കിൽ ഋതികയെ നോക്കിയിട്ട് ഇങ്ങനെ സ്നേഹത്തോടൊന്ന് പുഞ്ചിരിച്ചിട്ട് രാജു എഴുതിയ കത്തെടുത്ത് ഋതികയുടെ നേരെ നീട്ടുവാണ്. കത്ത് നോക്കിയിട്ട് ഋതിക ചോദിക്കുന്നത്, എന്താ ഇത് രാജു? അതെ, എനിക്ക് നേരിട്ട് പറയാൻ വല്ലാത്ത ഒരു ടെൻഷൻ. എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ ഈ ലെറ്ററിൽ തുറന്നെഴുതിയിട്ടുണ്ട്. മേഡം ഒന്ന് വായിച്ചു നോക്ക് മേഡം. എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ സന്തോഷത്തോടെ ഋതിക മനസ്സിൽ പറയുക, ഞാൻ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും രാജു ഈ കത്തിൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിലേ നമ്മൾ തമ്മിലുള്ള പിണക്കം ഇന്ന് തന്നെ അവസാനിപ്പിക്കും. ഇത് അവസാനിപ്പിക്കണം. എത്ര ദിവസമായി ഞാൻ രാജുവായിട്ട് പിണങ്ങി നടക്കാൻ തുടങ്ങിയിട്ട്. അങ്ങനെ ഋതിക രാജുവിൻ്റെ കയ്യിൽ നിന്ന് ആ കത്ത് വാങ്ങിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ കൊച്ചമ്മണി മനസ്സിൽ പറഞ്ഞ്, ഇവനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ എന്നും പറഞ്ഞ് കൊച്ചമ്മണി പെട്ടെന്ന് രാജുവിൻ്റെ ഫോണിലോട്ട് വിളിക്കുവാണ്. പോക്കറ്റിൽ നിന്നും രാജു ആ ഫോൺ എടുക്കാനായിട്ട് തുടങ്ങുമ്പോൾ രാജു ഋതികയ്ക്ക് കൊടുക്കാൻ വേണ്ടി എഴുതി വെച്ചിട്ട് ആ കത്ത് താഴോട്ട് വീഴുവാണ്. പെട്ടെന്ന് തന്നെ കൊച്ചമ്മണി ആ കത്തെളുപ്പം എടുത്തിട്ട് കൊച്ചമ്മണി എഴുതിയ കത്തെടുത്ത് അവിടെ വെക്കുവാണ്. സോറി എന്നും പറഞ്ഞ് രാജു ആ കോൾ കട്ട് ചെയ്തിട്ട് കൊച്ചമ്മണി എഴുതി വെച്ചിട്ട് ആ കത്താണ് ഋതികയ്ക്ക് എടുത്ത് കൊടുക്കുന്നത്. ഋതിക അപ്പോൾ രാജുവിനോട് പറയുന്നുണ്ട്, മനസ്സിലുള്ള കാര്യങ്ങൾ നേരിട്ട് പറയുന്നതാണ് എനിക്കിഷ്ടം. എനിക്കെന്തോ ചില കാര്യങ്ങൾ നേരിട്ട് പറയാനൊരു ചമ്മലാ മേഡം. കൊച്ചമ്മണി ആ കട്ടിലിനടി കിടന്നുകൊണ്ട് പറയുക, നീ ഒന്ന് വായിക്കടി കൊച്ചുതമ്പുരാട്ടി, നിന്റെ സന്തോഷവും അവൻ്റെ ചമ്മലും ഒക്കെ ഇപ്പം തീരും. ഈ അമ്മണി എഴുതിയുണ്ടാക്കിയ ഒരു പടവലാതി കഷായം ആടിയത്.
ഹൃതിക രാജുവിനോട് ചോദിക്കുക, സ്വന്തം ഭാര്യയോട് ഒരു കാര്യം പറയാനുള്ള ധൈര്യം പോലും രാജുവിനില്ലേ? ചെറിയൊരു സ്റ്റാർട്ടിംഗ് ട്രബിളാ മാഡം, അത് മാറിക്കിട്ടിയാൽ എല്ലാം ഓക്കെ ആവും. ഇന്നാന്നും പറഞ്ഞ് ഹൃതികയുടെ നേരെ കത്ത് നീട്ടുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് ഹൃതിക ചോദിക്കുന്നു, എന്നാൽ ഞാനിത് വായിക്കട്ടെ? മാഡം വായിച്ചോ, ഞാൻ തിരിഞ്ഞു നിൽക്കാം. അങ്ങനെ ഒരു ചമ്മലോടി രാജു തിരിഞ്ഞു നിൽക്കുമ്പോൾ ഹൃതിക മനസ്സിൽ പറയുക, എന്നോടുള്ള പ്രണയം എങ്ങനെയൊക്കെയാണോ രാജു എഴുതിയിരിക്കുന്നത്. എന്തായാലും വായിക്കാം. പാവം രാജുവിനെ ഞാൻ ഒത്തിരി വിഷമിപ്പിച്ചു. ഒച്ചമ്മണിയോടെ കിടന്ന മനസ്സിൽ പറയുക, ആ കത്ത് വായിച്ചതിന് ശേഷം അവിടെ ആ ക്ലാവ് പിടിച്ച മോന്ത എനിക്കൊന്ന് കാണാൻ പറ്റുന്നില്ലല്ലോ ഈശ്വര. അങ്ങനെ ഹൃതിക ആ കത്ത് വായിക്കുവാണ്. പ്രിയപ്പെട്ട ഹൃതികയ്ക്ക്, ഞാൻ ഈ കാര്യം പറയാനായിട്ട് ഒരുപാട് തവണ ശ്രമിച്ചു നോക്കി. പക്ഷേ എൻ്റെ പ്രേമം നിന്നോടല്ലെന്ന് മാത്രം. അത് വേറൊരു പെണ്ണിനോടാ, ഒരു റിയ. ഞാനും എൻ്റെ റിയമോളും കൂടെ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായി. ഞങ്ങളുടെ മാരേജ് ലൈഫ് നീയായിട്ട് തകർക്കല്ലേ ഹൃതികെ. നിന്നെ ഒരു താലി കെട്ടിയെന്ന് കരുതി എനിക്കെൻ്റെ റിയയെ മറക്കാനോ ഉപേക്ഷിക്കാനോ പറ്റത്തില്ല. നീ നല്ല മനസ്സോടുകൂടി എൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ ഒഴിഞ്ഞു പോകണം. അല്ലെങ്കിലേ നീ മന്ത്രിയുടെ മോളാണെന്നോ സൂര്യമംഗലത്തെ കുട്ടിയാണെന്നോ ഒന്നും ഞാൻ നോക്കത്തില്ല. എനിക്ക് പിന്നെ എന്തെങ്കിലും ഒരു കടുങ്ക ചെയ്യേണ്ടി വരും. ഇതൊരു താക്കീതായിട്ട് നീ കരുതണം എന്ന് രാജു. കത്ത് വായിച്ചിട്ട് കരഞ്ഞോണ്ട് ഹൃതിക ഇങ്ങനെ രാജുവിനെ നോക്കുവാണ്. ഇതൊന്നും അറിയാതെ രാജു മനസ്സിൽ പറയുക, മേഡം ഇതുവരെ കത്ത് വായിച്ച് തീർന്നില്ലേ? എന്നിട്ട് രാജു തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് ഹൃതിക കരയുന്നതാണ്. ഒന്നും മനസ്സിലാകാതെ പുഞ്ചിരിച്ചുകൊണ്ട് രാജു മനസ്സിൽ പറയുക, മേഡം സന്തോഷം കൊണ്ട് കരയുക. ഞാൻ എൻ്റെ ഉള്ളിലുള്ള സത്യങ്ങളൊക്കെ തുറന്നെഴുതിയതാ. അതിനെന്തിനാ മേഡം ഇങ്ങനെ കരയുന്നത്? കരഞ്ഞുകൊണ്ട് ഹൃതിക ചോദിക്കുക, നിങ്ങൾ ഇത്ര ദുഷ്ടനായിരുന്നോ രാജു? നിങ്ങളെ സ്നേഹിച്ചു പോയി എന്നൊരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. നീ എന്തിനാ രാജു പാവം എന്നെ ഇങ്ങനെ ചതിച്ചത്? ഒന്നും മനസ്സിലാകാതെ രാജു ഇങ്ങനെ മേഡം എന്നിങ്ങനെ വിളിക്കുമ്പോൾ കൊച്ചമണി പറയുക, ഇവൻ അടുത്ത പണി കൊടുക്കേണ്ട സമയമായി. അങ്ങനെ കൊച്ചമണി രാജുവിൻ്റെ ഫോണിലോട്ട് വിളിക്കുവാണ്. രാജുവിൻ്റെ ഫോണിൽ റിയയുടെ കോളാണ് വരുന്നത്. ആ ഫോൺ ആരുടേതാണെന്ന് മനസ്സിലാകാതെ രാജു ഇങ്ങനെ സംശയത്തോട് നിൽക്കുമ്പോൾ ഹൃതിക പെട്ടെന്ന് ആ ഫോൺ പിടിച്ച് വാങ്ങിച്ച് നോക്കുവാണ്. എന്നിട്ട് ദേഷ്യത്തോടെ ആ കത്ത് രാജുവിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പുറത്തോട്ട് പോവുകയാണ് ഹൃതിക. മേഡം എന്തിനാ ഇങ്ങനെ പൊട്ടിക്കരഞ്ഞത് എന്നും പറഞ്ഞ് ടെൻഷനോടെ രാജു ആ കത്ത് വായിച്ച് നോക്കിയിട്ട് പറയുക, ഇത് ഏതായി കത്ത്? ഇതെല്ലാം കണ്ട് സന്തോഷത്തോടെ കട്ടിലിനടി കിടക്കുവാണ് കൊച്ചമ്മണി. പൊട്ടിക്കരഞ്ഞോണ്ട് ഓടിപ്പോയിരിക്കുന്ന ഹൃതികയുടെ അടുത്തോട്ട് കവിളിൽ പിടിച്ചിട്ട് രാധമ്മ ചോദിക്കുന്നു, എന്താ മോളെ എന്ത് പറ്റി എന്നോട് പറ. ഹൃതിക പെട്ടെന്ന് കരഞ്ഞോണ്ട് രാധമ്മയെന്ന് വിളിക്കുക. എൻ്റെ മോള് പറ. ചേടാ, ഈ ചെറുക്കൻ ഈ കുഞ്ഞിനെ പിന്നെയും കരയിപ്പിക്കുവാണല്ലോ. ഇവനെ ഇന്ന് ഞാൻ എടാ രാജു എന്നിങ്ങനെ രാധമ്മ വിളിക്കുമ്പോൾ വേണുവേട്ടൻ അങ്ങോട്ട് വരുവാണ്. എന്താടി രാധമ്മേ പ്രശ്നം? വേണുവേട്ടൻ കണ്ടില്ലേ പ്രശ്നം എന്താന്ന്? എനിക്കാണെങ്കിൽ ഈ കുഞ്ഞിൻ്റെ കരച്ചിൽ കാണാൻ പറ്റത്തില്ല. അത് കേട്ടിട്ട് വേണുവേട്ടൻ ചോദിക്കുക, അതിനിപ്പോൾ എന്താ ഉണ്ടായത്? അപ്പോൾ ഹൃതികയാണെങ്കിൽ കണ്ണുനീരൊക്കെ തുടച്ചിട്ട് ചോദിക്കുക, അങ്കിൾ എന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി നാക്കുവോ? അത് കേട്ടിട്ട് വേണുവേട്ടൻ ചോദിക്കുക, എന്താ മോളെ, ഇത് മോളുടെ വീട് തന്നെയല്ലേ? മോളെ എന്താ കാര്യമെന്ന് ഞങ്ങളോട് തുറന്നു പറ എന്ന് രാധമ്മ വീണ്ടും ചോദിക്കുക. എന്നിട്ട് രാധമ്മ ഉടനെ രാജുവിനെ ഉറക്കെ ഇങ്ങനെ വിളിക്കുവാണ്, എനിക്ക് പോകണം, ഇപ്പോൾ തന്നെ എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം. അങ്കിളെന്ന് എന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയ നാക്ക്. എനിക്ക് ഇപ്പോൾ തന്നെ എൻ്റെ അച്ഛനെ കാണണം. രാധമ്മ പറയുക, എന്തൊക്കെയാ ഈശ്വര ഈ വീട്ടിൽ നടക്കുന്നത്? എന്തൊരു കഷ്ടകാലമായത്. ഈ സമയം രാജു അങ്ങോട്ട് വരുന്നുണ്ട്. എന്താടാ നീ കാണിക്കുന്നത്? എത്ര പ്രാവശ്യം ഞാനും വേണുവേട്ടനെ നിന്നോട് മാറി പറഞ്ഞതാ ഈ കുഞ്ഞിനെ നീ കരയിപ്പിക്കരുതെന്ന്. രാജു പറയുക, അമ്മയെ അത് ഞാൻ. അപ്പോഴേക്കും വേണുവേട്ടൻ, എടാ നിനക്ക് വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ളവനല്ലേടാ, എന്താടാ ഈ കൊച്ചു പിള്ളേരെ പോലെ കാണിക്കുന്നത്? അച്ഛാ എന്നിങ്ങനെ രാജു വിളിക്കുന്നുണ്ട്. ഹൃതിക വീണ്ടും കരഞ്ഞുകൊണ്ട് പറയുക, എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം. വേണമെങ്കിൽ എന്നെ കൊണ്ടുപോകാൻ പറ്റുമോ? അത് കേട്ടിട്ട് രാജു പറയാം, ഞാൻ കൊണ്ടുപോയി വിടാം മേഡം, അതിനെനിക്ക് താല്പര്യമില്ലെന്ന് ഹൃതികയും പറയുന്നു. ഞാനൊരു അന്യയാണെന്ന് എനിക്ക് ഇപ്പോൾ മനസ്സിലായി. വേണ്ട, വേണമെങ്കിലും വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് പൊയ്ക്കോളാം. അങ്ങനെ പറഞ്ഞിട്ട് ഹൃതിക അവിടെ നിന്ന് ഇറങ്ങി നടക്കുമ്പോൾ, മോളെ നിൽക്ക്, ഞാൻ കൊണ്ടുപോയി വിടാം എന്നും പറഞ്ഞ് വേണുവേട്ടൻ പുറകെ ഓടുന്നുണ്ട്. മോളെ നിൽക്കെന്നും പറഞ്ഞ് രാധമ്മയും മേഡം എന്നും പറഞ്ഞ് രാജു അങ്ങോട്ട് ഓടി വരുന്നുണ്ട്. രാജു ഹൃതികയുടെ കയ്യിൽ പിടിച്ച് തടഞ്ഞിട്ട് പറയുന്ന, മേഡം നിൽക്കാനാ പറഞ്ഞത്, ഞാൻ നിരപരാധിയാണ് മേഡം. ഹൃതികയാണെങ്കിൽ രാജുവിൻ്റെ കൈ തട്ടി മാറ്റിയിട്ട് പറയുന്നത്, മിണ്ടരുത് എന്നോട്, നിങ്ങൾ എന്നെ കൊല്ലുന്നതിന് മുമ്പ് എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം. ഒന്നും പറയാനാവാതെ രാജു മേഡം എന്നിങ്ങനെ വിളിക്കുവാണ്. ഹൃതിക പറയുന്ന, അങ്കിള് കാറെടുക്ക്. രാധമ്മ വിഷമത്തോടെ മോളേന്ന് വിളിക്കുമ്പോൾ ഹൃതിക പറയുക, നിങ്ങളൊക്കെ നല്ലവരും പാവങ്ങളുവാ, എന്നാൽ ഇതിൽ മഹാഭാവികൾ വേറെയുണ്ട്. അങ്ങനെ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഹൃതിക രാജുവിനെ ഒന്ന് നോക്കിയിട്ട് വണ്ടിയിലോട്ട് കയറിയിരിക്കുവാണ്. വിഷമത്തോടെ നിൽക്കുന്ന രാജുവിനെ മാറടാ അങ്ങോട്ട് എന്നും പറഞ്ഞ് തള്ളി മാറ്റിയിട്ട് വേണുവേട്ടൻ ഡ്രൈവിംഗ് സീറ്റിലോട്ട് കയറിയിരിക്കുവാണ്. അതെല്ലാം കണ്ട് സങ്കടത്തോടെ നിൽക്കുവാണ് രാജു. അപ്പോൾ ഹൃതികയും കൂട്ടി വേണുവേട്ടൻ അങ്ങനെ അവിടുന്ന് പോവുകയാണ്.
ദേഷ്യത്തോടെ രാധമ്മ ചോദിക്കുന്നു, എടാ എന്താടാ ഇതൊക്കെ? അമ്മേ ഞാൻ എന്നല്ലാതെ രാജുവിന് ഒന്നും പറയാൻ പറ്റുന്നില്ല. കട്ടിലിനടി കിടക്കുന്ന കൊച്ചമണി പറയാ പുറത്തോട്ടിറങ്ങാനും പറ്റുന്നില്ലല്ലോ. മുറിയുടെ വാതുക്കലാണെങ്കിൽ ആ മാരണങ്ങൾ നിൽക്കുവാണല്ലോ. എന്ത് ചെയ്യാനാ എൻ്റെ ദൈവമേ? ഒരു അവിഞ്ഞ മണവും ഒരു പൊരിഞ്ഞ ചൂടും. ശരീരം മുഴുവൻ വിയർക്കുവാണല്ലോ എൻ്റെ ദൈവമേ. പഴുതാര കുത്താതിരുന്നാൽ മതിയായിരുന്നു. ഈ കട്ടിലിനടിയിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങിയാൽ എന്തായാലും അവർക്ക് സംശയം തോന്നും. അതുകൊണ്ട് ഇങ്ങനെ തന്നെ കിടക്കാം. റൂമിലോട്ട് വന്ന രാജു ഇങ്ങനെ വിഷമത്തോടുകൂടി മനസ്സിൽ പറയുക, അല്ല ഞാൻ എഴുതിയ ആ കത്ത് എങ്ങനെയാ ഇങ്ങനെ മാറിപ്പോയത്? ഇനി ആരെങ്കിലും എന്തെങ്കിലും തിരിമറി നടത്തിയോ? അങ്ങനെ ആലോചിച്ചുകൊണ്ട് രാജു ഇങ്ങനെ സംശയത്തോടെ ചുറ്റും നോക്കുന്നുണ്ട്. കൊച്ചമ്മണിയാണെങ്കിൽ ശ്വാസം അടക്കി പിടിച്ചിങ്ങനെ പേടിച്ച് വിറച്ച് കിടക്കുക. ദൈവമേ, എൻ്റെ കച്ചവടം ഒന്ന് തീരുവെന്നാ തോന്നുന്നത്. മിക്കവാറും ഇവൻ എന്നെ ഇന്ന് പാമ്പിനെ തല്ലുന്ന പോലെ തല്ലും. അങ്ങനെ രാജു സംശയത്തോടെ ആ ബെഡിനടിയിലോട്ട് നോക്കുമ്പോൾ പേടിച്ച് വിറച്ചിങ്ങനെ കൊച്ചമണിയോടെ കിടക്കുന്നുണ്ട്. ആ സമയം രാധമ്മയാണെങ്കിൽ രാജു എന്നിങ്ങനെ ഉറക്ക വിളിക്കുന്നുണ്ട്. അങ്ങനെ രാജുവിനെ വിളിച്ചോണ്ട് രാധമ്മ അങ്ങോട്ട് വരുന്നുണ്ട്. എടാ ഒരു കാര്യം നീ എന്നോട് തുറന്നു പറയണം, എന്താ ഇവിടെ ഉണ്ടായത്? അമ്മേ അത് ഞാൻ എന്നിങ്ങനെ രാജു പറയുമ്പോൾ, എടാ രാജു, നീ എന്നോടൊന്നും ഒളിക്കാൻ നോക്കണ്ട. നീ എല്ലാം എന്നോട് തുറന്നു പറയണം. മക്കൾക്ക് വേണ്ടി മാത്രം ജീവിച്ച ഒരു അമ്മയാണ് ഞാൻ. എനിക്കതുകൊണ്ട് അത് അറിഞ്ഞേ പറ്റൂ. ഓഹോ, മക്കൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരമ്മ. മക്കള് പുഴുങ്ങിത്തരും ഒലക്ക. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. നീ മകൻ്റെ അമ്മയായിട്ട് ജീവിക്കരാതെ എന്നിങ്ങനെ കൊച്ചമണി മനസ്സിൽ പറയുക. രാധമ്മ വീണ്ടും നിർബന്ധിക്കുവാണ് രാജുവിനെ. എടാ എന്താ ഉണ്ടായത് നീ പറ. അപ്പോൾ രാജു പറയുവാണെങ്കിൽ എല്ലാം തുറന്നു പറയേണ്ടി വരും. പറയണം, നീ എല്ലാം പറഞ്ഞേ പറ്റൂ, എനിക്കെല്ലാം അറിയണം എന്നിങ്ങനെ രാധമ്മ വീണ്ടും പറയുവാണ്. അമ്മേ, അത് ഞാൻ ആരുടെയൊക്കെയോ നിർബന്ധത്തിന് വഴങ്ങിയാ മേഡത്തിനെ കല്യാണം കഴിച്ചെന്നുള്ള ധാരണയാ മേഡത്തിനുണ്ടായിരുന്നത്. ഇനി അതിൽ വല്ല വാസ്തവം ഉണ്ടോടാ? അമ്മേ, മേഡത്തെ എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷേ അത് പ്രേമമാണോ എന്നൊന്നും എനിക്കറിയില്ല. അമ്മയോട് ഞാനത് എങ്ങനെയാ പറയുന്നത്? എന്നാൽ എനിക്ക് മേഡത്തോട് ഇപ്പോൾ പ്രണയം തന്നെയാ. അതൊക്കെ തുറന്നു പറയാൻ വേണ്ടി ഞാനൊരു കത്തെഴുതി. അങ്ങനെ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ രാജു രാധമ്മയോട് പറയുവാണ്. അങ്ങനെ ആ കത്ത് ഞാൻ വായിക്കാൻ വേണ്ടി മേഡത്തിന് കൊടുത്തു. ഹൃദയ കത്ത് വായിച്ചിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് രാജുവിനോട് ചോദിച്ചു, നിങ്ങൾ ഇത്ര ദുഷ്ടനായിരുന്നോ രാജു? ആ സമയത്ത് രാജുവിൻ്റെ ഫോണിലോട്ട് റിയയുടെ കോൾ വന്നതുമൊക്കെ രാജു ഇങ്ങനെ രാധമ്മയോട് പറയുവാണ്. പക്ഷേ ഞാൻ എഴുതിയ കത്തല്ലമ്മേ മേഡം വായിച്ചത്. മേഡം വായിച്ച കത്ത് താണ്ടി ഇതാണ് എന്ന് പറയുമ്പോൾ രാധമ്മ സംശയത്തോടുകൂടി ആ കത്ത് വാങ്ങിച്ച് വായിക്കുവാണ്. കൊച്ചമ്മണിയാണെങ്കിൽ ഇങ്ങനെ ആകെ ഭയത്തോടുകൂടി അങ്ങനെ കട്ടിലിനടിയിൽ തന്നെ കിടക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, കൊച്ചമ്മണി അവിടെ കട്ടിലിനടിയിൽ കിടന്നുകൊണ്ടിങ്ങനെ എത്ര ദൈവത്തെ വിളിച്ചാലും രാജുവും രാധമ്മയും ചേർന്ന് കൊച്ചമ്മണിയെ അവിടുന്ന് പൊക്കും. സത്യങ്ങളൊക്കെ തിരിച്ചറിയുകയും ചെയ്യും. അങ്ങനെ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കുന്ന പോലെ കൊച്ചമ്മണി തന്നെയുള്ള സത്യങ്ങളൊക്കെ തുറന്നു പറയുമെന്നുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.